തിരുവനന്തപുരത്തും കനത്ത മഴ തുടരുകയാണ്. വെങ്ങാനൂരിൽ പഞ്ചായത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. സമീപത്തെ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലാണ്. പാലോട് ഞാറനീലി UP സ്കൂളിലെ മരം റോഡിലേക്ക് വീണ് ഗതാഗതം അല്പസമയം തടസ്സപ്പെട്ടു. കല്ലാറിൽ കൂറ്റൻ കല്ലുകൾ റോഡിൽ വീണു. വിവിധയിടങ്ങളിലെല്ലാം മണ്ണിടിച്ചിലുമുണ്ടായി. സനിസ തുടരുന്നുണ്ട്. സനിസ, വലിയ മഴക്കെടുതികൾ കൂടി തിരുവനന്തപുരം നഗരത്തിലെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇന്നുണ്ടായത്? ജിൽസി, തിരുവനന്തപുരത്ത് മലയോര പ്രദേശത്തും മഴയിൽ വലിയ നാശനഷ്ടങ്ങളും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കനത്ത മഴയിൽ മലയോര മേഖലകളിൽ പിന്നെ മരം കടപുഴകി വീഴുന്നതും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിഗതിയാണ്. സ്കൂളിൽ നിന്ന് മരം റോഡിലേക്ക് വീണ് ഞാറനീലി UP സ്കൂളിൽ മരം റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സമുണ്ടായി. അതുപോലെ തന്നെ കല്ലാറിൽ 30 അടി ഉയരത്തിൽ നിന്ന് കല്ലുകൾ റോഡിലേക്ക് വീണു. പക്ഷെ ഇതിൽ ആളപായം ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ വലിയ തരത്തിൽ പിന്നെ ഫയർഫോഴ്സ് എത്തിയാണ് അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മഴയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 30 അടിയിൽ നിന്ന് കല്ല് വീണ സ്ഥലത്ത് സേനാംഗങ്ങൾ എത്തിയാണ്, സേനാംഗങ്ങളും നാട്ടുകാരും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഗതാഗതം പുനഃക്രമീകരിച്ചത്. ജിൽസി, ശരി, സനിസയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തും വ്യാപകമായ മഴയും മഴക്കെടുതികളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും കിണർ ഇടിഞ്ഞു താഴ്ന്നതടക്കമുള്ള കാര്യങ്ങൾ, മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ കൂടി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്.